അപകടം നടന്ന് 48 മണിക്കൂർ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയാത്തതാണ് ദൗത്യസംഘത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നത്. ഡ്രൈ കെമിക്കലും ഫോഗും ഉപയോഗിച്ചാണ് ഇപ്പോൾ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതേസമയം വാട്ടർ ജെറ്റുകൾ ഉപയോഗിച്ച് കപ്പലിന്റെ ബോഡി തണുപ്പിക്കാനും ദൗത്യസംഘം ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നതിനിടെ കപ്പൽ വീണ്ടും ഒഴുകി നീങ്ങി. ഇപ്പോൾ തിരൂരിൽ നിന്നും 54 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കപ്പലിന്റെ സ്ഥാനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കപ്പലിൽ നിന്നും കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാടിന്റെയോ ശ്രീലങ്കയുടെയോ തീരത്ത് അടിയാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിൽ നിന്നുള്ള ഡെബ്രി അടുത്ത 3 മുതൽ 4 ദിവസത്തേക്ക് കേരള തീരത്തെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ്. എന്നാൽ കേരളത്തിലുണ്ടാവുന്ന കനത്ത മഴ ഒരുപക്ഷെ കടലിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിലെയോ തെക്കൻ കേരളത്തിലെയോ തീരദേശ മേഖലകളിലേക്കും കണ്ടെയ്നറുകൾ എത്തിയേക്കാം. ഒരുപക്ഷെ കാലാവസ്ഥ പ്രതികൂലമായാൽ കേരള തീരത്തേക്കും കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല. എങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നിൽ കണ്ടുവേണം ഓരോ മലയാളികളും പ്രതികരിക്കാൻ. കണ്ണൂർ അഴീക്കലിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.